ഹലോ മക്കളെ, ഇനി നമുക്ക് എൻഡോതെർമിക് റിയാക്ഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എൻഡോതെർമിക്കിൻ്റെ എന്താ നമുക്ക് നോക്കി നോക്കാം. എൻഡോതെർമിക് റിയാക്ഷനെ സംബന്ധിച്ച് നമ്മൾ ഇതേപോലെ തന്നെ എനർജി വേഴ്സസ് പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ നമ്മൾ വരയ്ക്കുമ്പം എനർജി വേഴ്സസ് പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ നമ്മൾ ആക്സിൽ വരയ്ക്കുമ്പം നമുക്ക് കിട്ടുന്ന ഇപ്പം എൻഡോതെർമിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എക്സോതെർമിക്കിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, എക്സോതെർമിക്കിൽ നമ്മൾ കണ്ടത് റിയാക്റ്റൻ മോളിക്യൂളിൻ്റെ എനർജി കൂടുതലായിരുന്നു, പ്രൊഡക്റ്റിന് കുറവായിരുന്നു. എൻഡോതെർമിക് ആകുമ്പം റിയാക്റ്റൻ മോളിക്യൂൾസിന് എനർജി കുറവായിരിക്കും, പ്രൊഡക്റ്റിന് എനർജി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം മുമ്പത്തെ പോലെ തന്നെ A+BC എന്ന് പറയുന്ന ഇതായിരിക്കും നമ്മുടെ റിയാക്റ്റൻ്റ്. ഇതെന്ത് ചെയ്യും? ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറിയിലേക്ക് എത്തും. സോ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ABC എന്ന് പറഞ്ഞിട്ടുള്ള ABC എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവേറ്റഡ് കോംപ്ലക്സിലേക്ക് എത്തും. അപ്പോൾ റിയാക്റ്റൻറ്റിൽ നിന്നും വേണ്ടുന്ന മിനിമം ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആവാൻ വേണ്ടുന്ന മിനിമം എനർജിയെ നമ്മൾ എനർജി ഓഫ് ആക്ടിവേഷൻ എന്ന് പറയും. ഇനി ഈ എനർജി ഓഫ് ട്രാൻസിഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ കോംപ്ലക്സിൻ്റെ ആക്ടിവേറ്റഡ് കോംപ്ലക്സിൻ്റെ ആ എനർജി ത്രെഷോൾഡ് എനർജി ലെവൽ ടു എനർജി ഓഫ് പ്രൊഡക്റ്റിനെ നമ്മൾ ആക്ടിവേഷൻ എനർജി ഓഫ് ദ പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. ബാക്ക്വേർഡ് റിയാക്ഷൻ അതിനകത്തുള്ളത് ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ നമുക്ക് പറയാം. ഇതിൻ്റെ എനർജി ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെൽറ്റ ഇ എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ എനർജി ഡെൽറ്റ ഇ എന്ന് നമ്മൾ പറയുന്നത്. സോ ഇതാണ് ഒരു എൻഡോതെർമിക് റിയാക്ഷൻ്റെ കേസ്. സോ ഓവറോൾ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെങ്ങനെ എഴുതാം? ഓവറോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റൻ്റ് മോളിക്യൂള് എന്തായിട്ട് മാറുന്നു? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറുന്നു. ദാറ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ദെൻ കൺവേർട്ടഡ് ടു വാട്ട്? പ്രോഡക്റ്റ് ആയിട്ട് മാറും. അപ്പം റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറും. ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്ത് എന്ത് ഫോം ചെയ്യും? പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ഇതിൻ്റെ പ്രകാരം ഇതിൻ്റെ റേറ്റിനെ പറ്റി സ്റ്റഡി നടത്തി ഐറിങ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്. നമ്മൾ പറഞ്ഞു ഇതിനെ പ്രപ്പോസ് ചെയ്തത് ഐറിങ്ങും പൊളോണിയുമാണ്. അപ്പം ഐറിങ് എന്ത് ചെയ്തു? ഇതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിനെ പറ്റി ഒരു സ്റ്റഡി നടത്തി. അപ്പോൾ അദ്ദേഹം ടി കെൽവിനിലുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് എ റിയാക്ഷൻ K is equal to RT/N0H into K star. This K is for capital K. ഇത് ക്യാപിറ്റൽ K ആണ്. റേറ്റ് കോൺസ്റ്റൻറ്റ് സ്മോൾ ലെറ്റർ K ആണ്. റേറ്റ് കോൺസ്റ്റൻറ്റ് സ്മോൾ ലെറ്റർ K, ഇത് ക്യാപിറ്റൽ ലെറ്റർ K. ക്യാപിറ്റൽ ലെറ്റർ K എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് ദ റിയാക്റ്റൻ്റ് ആൻഡ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. So and R is the universal gas constant, T is the temperature at Kelvin, N0 is the എന്താണ് പറയുക, Avogadro number, and H is the Planck constant. Okay, so this equation is known as Eyring equation. This equation is known as what? Eyring equation. ഇത് നമ്മൾ Eyring equation എന്നാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനെ പറയാം. Now we apply these into thermodynamics states. Thermodynamic states നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. തെർമോഡൈനാമിക് സ്റ്റേറ്റ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഡെൽറ്റ G0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡെൽറ്റ G0 സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തെർമോഡൈനാമിക്സ് പ്രകാരം -RT/ln K സ്റ്റാർ എന്നാണ്. വേർ K ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും ഫ്രീ എനർജി ചേഞ്ചും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു -RT/ln K0 അല്ലെങ്കിൽ K സ്റ്റാർ. നിങ്ങളിത് എവിടെ പഠിച്ചതാണ്? നമ്മൾ തേർഡ് സെമിസ്റ്റർ പഠിച്ചതാണ്. മറന്നുപോയവരുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇക്വേഷൻ കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വേണമെങ്കിൽ നിങ്ങൾ തേർഡ് സെമിസ്റ്റർ റെഫർ ചെയ്യുക. അപ്പം ഇനി ഇവിടുന്ന് ln K സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ln K സ്റ്റാർ ഇസ് ഈക്വൽ ടു -ഡെൽറ്റ G0 സ്റ്റാർ ബൈ RT. -ഡെൽറ്റ G0 സ്റ്റാർ ബൈ RT. ഓക്കെ, ln K സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി എന്താ ഡെൽറ്റ G എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ G ചേഞ്ച് ഇൻ ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ H0 മൈനസ് T ഡെൽറ്റ എസ് അല്ലേ? H മൈനസ് T ഡെൽറ്റ എസ്, ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ എസ് അങ്ങനെ പറയാം. അപ്പം നമുക്ക് ln K സ്റ്റാർ ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ln K സ്റ്റാർ, ഇത് ക്യാപിറ്റൽ K ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K സ്റ്റാർ ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ H0 സ്റ്റാർ മൈനസ് ഡെൽറ്റ T ഡെൽറ്റ എസ്. T delta S0 star divided by
എന്ത് വരും? ആർ ടി. ഓക്കെ, അപ്പോൾ നമ്മൾ മൈനസിനെ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൈനസ് ആവും, മൈനസ് ഡെൽറ്റ എച്ച് സീറോ, ഇത് പ്ലസ് ടി ഡെൽറ്റ എച്ച് സീറോ എന്നാവും. ഡിവൈഡഡ് ബൈ ആർ ടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, നമുക്ക് ഒറ്റയടിക്ക് എൽ എൻ കെ സ്റ്റാർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് സീറോ സ്റ്റാർ ബൈ ആർ മൈനസ് ഡെൽറ്റ എച്ച് സീറോ സ്റ്റാർ ബൈ കെ ആർ ടി എന്ന് എഴുതാം. ഓക്കെ, എൽ സീറോ സ്റ്റാർ ബൈ ആർ ടി എന്ന് എഴുതാം. വേർ ഡെൽറ്റ ജി സീറോ സ്റ്റാർ, എച്ച് സീറോ സ്റ്റാർ ആൻഡ് എസ് സീറോ സ്റ്റാർ റെസ്പെക്റ്റീവ്ലി ദ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി. ഡെൽറ്റ ജി സീറോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഓഫ് ആക്ടിവേഷൻ, സ്റ്റാൻഡേർഡ് എൻട്രോപ്പി ഓഫ് ആക്ടിവേഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ആക്ടിവേഷൻ എന്നാണ് നമ്മൾ പറയാം. ഇത് എൽ എൻ കെ സ്റ്റാർ. അപ്പോൾ കെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താവും? ഇ റേസ് ടു എന്നാവില്ല. എൽ എൻ ഇവിടേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഇ റേസ് ടു എന്നായിട്ട് മാറും. സോ കെ സ്റ്റാർ ഇസ് ഈക്വൽ ടു, നമുക്ക് അടുത്തതിൽ എഴുതാം, കെ സ്റ്റാർ ഇസ് ഈക്വൽ ടു, ദറ്റ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സ്റ്റാർ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഡെൽറ്റ എസ് സീറോ സ്റ്റാർ ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഡെൽറ്റ എച്ച് സീറോ സ്റ്റാർ ബൈ ആർ ടി. ഓക്കെ, ഇങ്ങനെ വരും. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ കെ സ്റ്റാറിലേക്ക് നമ്മൾക്ക് കിട്ടിയ വാല്യൂ. ഈ കെ സ്റ്റാറിന് കിട്ടിയ വാല്യൂ നമ്മൾ ഐറിംഗ് ഇക്വേഷനിലേക്ക് കൊടുക്കുക. നമ്മൾ ആദ്യം ഐറിംഗ് ഇക്വേഷൻ പറഞ്ഞില്ല. എന്താ ഐറിംഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐറിംഗ് ഇക്വേഷൻ ആർ ടി ബൈ എൻ സീറോ എച്ച് ഇൻറ്റു കെ സ്റ്റാർ എന്ന് പറഞ്ഞില്ലേ. ആ കെ സ്റ്റാറിലേക്ക് ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഐറിംഗ് ഇക്വേഷൻ പ്രകാരം റേറ്റ് കോൺസ്റ്റൻറ്റ് സ്മോൾ ലെറ്റർ കെ ഇസ് ഈക്വൽ ടു എൻ ആർ ടി ഡിവൈഡഡ് ബൈ എൻ സീറോ എച്ച് ഇൻറ്റു ഇ റേസ് ടു ഡെൽറ്റ എസ് സീറോ സ്റ്റാർ ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഡെൽറ്റ എച്ച് സീറോ സ്റ്റാർ ബൈ ആർ ടി. ഓക്കെ, ഇങ്ങനെ കിട്ടും. മനസ്സിലായില്ലേ? സോ നമ്മൾ എൽ എൻ ലോഗ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം എൽ എൻ റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇസ് ഈക്വൽ ടു ഇതായിട്ട് മാറും. എൽ എൻ എന്നുള്ളത് കൊടുക്കുമ്പോൾ ആർ ടി എൽ എൻ സീറോ എന്ന് പറഞ്ഞാൽ എൽ എൻ ആർ ടി ബൈ എൻ സീറോ ഇൻറ്റു എച്ച് എൽ എൻ ഇ റേസ് ടു എൽ എൻ വരുമ്പോൾ എന്താവും? ആ ഇ പോയിട്ടുണ്ടാവും, പ്ലസ് ഡെൽറ്റ എസ് സീറോ ബൈ ആർ, എസ് സീറോ സ്റ്റാർ ബൈ ആർ മൈനസ് ഡെൽറ്റ എച്ച് സീറോ സ്റ്റാർ ബൈ ആർ ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? എൽ എൻ കെ ഇസ് ഈക്വൽ ടു, നമുക്ക് കിട്ടുന്നത് എൽ എൻ കെ ഇസ് ഈക്വൽ ടു എൽ എൻ ആർ ടി ബൈ എൻ സീറോ ഇൻറ്റു എച്ച് പ്ലസ് ഡെൽറ്റ എസ് സീറോ സ്റ്റാർ ബൈ ആർ മൈനസ് ഡെൽറ്റ എച്ച് സീറോ സ്റ്റാർ ബൈ ആർ ടി. ഓക്കെ, ഈ ഇക്വേഷൻ വരും. This equation is the fundamental relations of activated complex theory. This equations which is considered as fundamental relations of activated complex theory എന്നാണ് നമ്മൾ പറയാം. അപ്പം ഇതിനകത്ത് സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ആക്ടിവേഷൻ, ദാറ്റ് മീൻ ഡെൽറ്റ എച്ച് സീറോ ബൈ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് ആക്ടിവേഷൻ, സ്റ്റാൻഡേർഡ് എൻട്രോപ്പി ഓഫ് ആക്ടിവേഷൻ ഇൻ ദ ഐറിംഗ് ഇക്വേഷൻ മേ കൺസിഡർ. നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ഇതിൻ്റെ ഫണ്ടമെൻ്റൽ റിലേഷൻ, ഇത് രണ്ടെണ്ണത്തിൻ്റെയും സിഗ്നിഫിക്കൻസ് എന്താ നമുക്കൊന്ന് നോക്കി നോക്കാം. ഹിയർ ഡെൽറ്റ എച്ച് സീറോ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു സ്റ്റാൻഡേർഡ് എൻതാൽപ്പിയാണ്. സോ ഇൻ മോർ അപ്രോക്സിമേറ്റ്ലി, ലീസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ദ എക്സ്പെരിമെൻ്റൽ ആക്ടിവേഷൻ എനർജി ഇസ് ദ ഡെൽറ്റ എച്ച് സീറോ സ്റ്റാർ. എക്സ്പെരിമെൻ്റലി experimentally activation energy is the internal enthalpy. ഓക്കെ, എക്സ്പെരിമെൻ്റലി ആക്ടിവേറ്റഡ് എനർജിയാണ് ഇതെന്ന് പറയുന്നത് ഈ ഡെൽറ്റ എച്ച് സീറോ എന്ന് പറയുന്ന എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇക്വേഷൻ നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റാം. സോ കെ ഇസ് ബിക്കം, ദറ്റ് ഈസ് കെ ഇസ് ഈക്വൽ ടു ആർ ടി ബൈ എൻ സീറോ എച്ച് ഇൻറ്റു ഇ റേസ് ടു ഡെൽറ്റ എസ് സീറോ സ്റ്റാർ ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. കുഴപ്പമുണ്ടോ? എ ബൈ ആർ ടി എന്ന് എഴുതാം നമുക്കിതിനെ. സോ ഇങ്ങനെ നമുക്ക് ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റും.
അപ്പം ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുപോലെ, അറീനിയസ് ഇക്വേഷനെ പോലെ തന്നെ. വി കമ്പയർ ദിസ് ഫോർ അറീനിയസ് ഇക്വേഷൻ. റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി, where A is the Arrhenius parameter. So here A corresponds to RT by N0 H into e raised to delta S0 star by R. ഇത്രയും ഫാക്ടറാണ് എന്ത് പറയുന്നത് അറീനിയസ് ഇക്വേഷനിലെ എക്ക് കറസ്പോണ്ട് ആയിട്ടിരുന്നത്. സോ ദിസ് വൺ ഈസ് ഈ ഒരു എനർജി കമ്പോണൻറ്റ് മൈനസ് എ ബൈ ആർ ടി എന്ന് പറയുന്നൊരു കമ്പോണൻറ്റ്. സോ ദീസ് ഫാക്ടർ ഈസ് കോൾഡ് ഫ്രീക്വൻസി ഫാക്ടർ, ആൻഡ് ഈസ് ഫ്രീക്വൻസി ഫാക്ടർ ഇൻ കൊളീഷൻ activated complex theory is RT by N0 H into e raised to delta S0 star by R എന്ന് വരുന്നതാണ് കൊളീഷൻ ഫാക്ടർ. ഓക്കെ, സോ നൗ ദ ഐറിംഗ് ഇക്വേഷൻസ് ഇറ്റ്സ് മേ ബി കമ്പയർഡ് വിത്ത് ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഫോർ കൊളീഷൻ തിയറി. കൊളീഷൻ തിയറി നമുക്ക് കിട്ടിയൊരു ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഉണ്ടല്ലോ അല്ലേ. എന്തായിരുന്നു കൊളീഷൻ തിയറി കിട്ടിയത്? കെ ഇസ് ഈക്വൽ ടു, കൊളീഷൻ തിയറി പ്രകാരം കെ റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇസ് ഈക്വൽ ടു P into probability factor into Z into e raised to minus EA by RT, e raised to minus EA by RT. സോ നമുക്കിവിടെ കിട്ടുന്ന ഫണ്ടമെൻ്റൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു സെഡ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടാണ് നമുക്ക് കിട്ടുക അല്ലേ. നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് നമുക്ക് കിട്ടുന്ന ഇങ്ങനത്തെ ഒരു പാർട്ടാണ് നമുക്ക് കിട്ടുക. വെർ പി ഈസ് കോൾഡ് പ്രോബബിലിറ്റി ഫാക്ടർ ഓർ സ്റ്റെറിക് ഫാക്ടർ, ആൻഡ് പ്രോബബിലിറ്റി ഫാക്ടർ ഓർ സ്റ്റെറിക് ഫാക്ടർ നമ്മൾ പറയും. ഓക്കെ, ഇത് നമ്മൾ എവിടെ പഠിച്ചതാണ്? കൊളീഷൻ തിയറിയിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. സോ അത് നമ്മൾ സെയിം കൺസെപ്റ്റ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പി ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആർ ടി. ഇവിടെ കെ എന്ന് രണ്ടിനകത്തും എന്താണ് കെ എന്ന് പറയുന്നത്? ഈ രണ്ട് ഇക്വേഷനും കൂടി കൺസിഡർ ചെയ്യുക. കൊളീഷൻ തിയറിയും ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറിയും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് കൊളീഷൻ തിയറിയുടേത്. ഇത് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി ആണ്. എ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ പാർട്ട് ആർ ടി N0 ബൈ എച്ച് ഇൻറ്റു ഇ റേസ് ടു ഡെൽറ്റ S0 ബൈ ആർ എന്ന് പറയുന്നതാണ് എ എന്ന് പറയുന്ന പാർട്ട്. സോ അപ്പോൾ ഈ പി സെഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് കറസ്പോണ്ട്സ് ടു എ അല്ലേ. പ്രോബബിലിറ്റി ഫാക്ടറും സെഡ് ഫ്രീക്വൻസി പാരാമീറ്റേഴ്സും കൂടിക്കുള്ള പി സെഡ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ടു എ ആണ്. അപ്പോൾ പി സെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? സോ ഹിയർ പി സെഡ് ഇസ് ഈക്വൽ ടു ആർ ടി ബൈ N0 എച്ച് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ റേസ് ടു ഡെൽറ്റ S0 സ്റ്റാർ ബൈ ആർ നമുക്ക് എഴുതാം. ഓക്കെ, സോ ഇങ്ങനെ എഴുതാനായിട്ട് നമുക്ക് പറ്റും. മനസ്സിലായോ? അപ്പം നമുക്ക് ഇതാണ് ഈ ഒരു തിയറിയുടെ ഒരു എന്താ പറയുക സിഗ്നിഫിക്കൻസ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഡെൽറ്റ S0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ദ ഇൻഫർമേഷൻസ് അബൌട്ട് സ്ട്രക്ചർ ഓഫ് ദ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഡെൽറ്റ S0 ഗീവ്സ് ദ ഇൻഫർമേഷൻസ് അബൌട്ട് സ്ട്രക്ചർ ഓഫ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഇൻ ദ റിലേഷൻ to those of the reactant and about the relative rates of reaction. Okay, the negative value of delta S0 indicates that the structure of the activated complex is more ordered than those of reactant, and the true for reactions involving reactants of complex structure. ഓക്കെ, സോ ഇതാണ് ഡെൽറ്റ S0യുടെ സിഗ്നിഫിക്കൻസ്. ഡെൽറ്റ H0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻതാൽപ്പി ഓഫ് ആക്ടിവേഷൻ ഈസ് നോൺ ആസ് ആക്ടിവേഷൻ എനർജി എന്ന് പറയാം കേട്ടോ. എൻതാൽപ്പി ഓഫ് ആക്ടിവേഷൻ നമുക്ക് ആക്ടിവേഷൻ എനർജി എന്ന് പറയാം. സോ ദീസ് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദീസ് ടു തെർമോഡൈനാമിക് പാരാമീറ്റർ ഡെൽറ്റ S0 ആൻഡ് ഡെൽറ്റ H0 ഇൻ അയൺ ഇക്വേഷൻ. ഓക്കെ, ഇറ്റ്സ് ഓൺലി അബൌട്ട് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറി. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചു. ഓക്കെ.